ഹലോ ഗൈസ്, അങ്ങനെ ആ ദിവസത്തിരിക്കുകയാണ് കേട്ടോ. ഇന്നാണ് ഞങ്ങളുടെ കാവലുത്സവം. അപ്പം ഞാൻ അതിന് പോകാൻ വേണ്ടി ഇതാ റെഡി ആയിട്ട് ഇറങ്ങുകയാണ്. ഞാൻ പതിവില്ലാതെ വീഡിയോ എടുക്കുന്നുണ്ടിട്ട് എൻ്റെ അപ്പം ഇങ്ങനെ ചോദിക്കുകയാണ്. അതാണ് ആ ഒരു ചിരി. അപ്പം ഞാൻ ദേ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതാണ് കേട്ടോ കാവിലേക്കുള്ള വഴി. ആ കാവിലേക്കുള്ള വഴീൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. രാത്രി നല്ല രസമുണ്ടാകും. രാത്രി ഞാൻ വീഡിയോ എടുത്തിടുന്നുണ്ട് കേട്ടോ അതിൻ്റെ വ്യൂ. ഞങ്ങളിത് അമ്പലത്തിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ ഞാനും ഉണ്ട്, അപ്പുണ്ട്, രണ്ട് ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് കൊടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഉത്സവപ്പറമ്പിലുള്ള എല്ലാ സാധനങ്ങളും എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കാവിലും ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ കാവ് എൻ്റെ അല്ല കേട്ടോ, ഏട്ടൻ്റെ തറവാടാണ്. കൊല്ലത്തിലൊരിക്കലേ ഞാൻ അങ്ങോട്ടേക്ക് വരാറുള്ളൂ. ഈ ഉത്സവത്തിന് മാത്രമേ അധികം ഞാൻ അങ്ങോട്ടേക്ക് വരാറുള്ളൂ. അതുകൊണ്ട് ഞാൻ കാര്യമായിട്ടൊന്ന് തൊഴാമെന്നൊക്കെ വിചാരിച്ച് അപ്പം ഞാൻ കാര്യമായിട്ട് തൊഴുത്. പിന്നെ അപ്പുറത്തേക്കൊക്കെ കുറേ ദൈവങ്ങളുണ്ട് കേട്ടോ. ഇത് ദേവിയുടെ കാവാണ്. അപ്പുറത്തുള്ള ദൈവങ്ങളെയൊക്കെ ഒന്ന് തൊഴുതിട്ട് വരാം. അതിലെ ഇങ്ങനെ ചുറ്റിത എല്ലാവരും ഞങ്ങളുടെ തറവാട്ടുള്ളവരെന്നെ. എനിക്ക് അധികം ആൾക്കാരുടെ പേരൊന്നും അറിയില്ല. എനിക്ക് എല്ലാവരും കണ്ടു പരിചയം എന്നല്ലാണ്ട് വല്ലാതെ പേരൊന്നും അങ്ങനെ അറിയില്ല. ഇത് പിന്നെ രാത്രി പിന്നെ കനൽ കൂട്ടൂല്ലേ, കനൽ എന്ന് തന്നെയല്ലേ പറയാം. ഞങ്ങളിവിടേക്ക് അങ്ങനെ കേട്ടോ പറയാം. അപ്പം അതിന് വേണ്ട സ്ഥലം ഇതാ ആ കാണുന്നത് ഞങ്ങളുടെ മെയിൻ വെളിച്ചപ്പാടാണ്. മൂപ്പര് അതിന് വേണ്ട സ്ഥലമൊക്കെ അത് അവിടെ റൗണ്ടിട്ട് വരച്ചിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ പുണ്യാഹം തളിച്ച് ശുദ്ധിയാക്കുകയാണ്. പിന്നെ ഇവരൊക്കെ കാരണവന്മാരാണ് കേട്ടോ. ഇവരൊക്കെ ഇനിയിപ്പോൾ അവിടുന്ന് വിറകെടുത്ത് വരും. ഒരു തലയിൽ വെച്ചിട്ട് വിറകെടുത്ത് വന്നിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുക ചെയ്യാം. അതാണ് ആ കാണുന്നത്. ഇനിയിപ്പോൾ ഓരോരുത്തരുടെ തലയിലേക്കായിട്ട് കുറേശ്ശെ വിറക് വെളിച്ചപ്പാടെടുത്ത് വയ്ക്കും. ഓരോ നാട്ടിലേക്ക് ഓരോ രീതിയിൽ. ഞങ്ങളെ കാവിലെ രീതി ഇങ്ങനെയാണ് കേട്ടോ. ഞാനും ഇവിടെ വന്നിട്ടൊക്കെ ഇത് കണ്ടിട്ടുള്ളൂ. എൻ്റെ ചെറുപ്പകാലത്തൊന്നും ഞാൻ അങ്ങനെ ഉത്സവത്തിനൊന്നും പോയിട്ടില്ല. ഏട്ടൻ്റെ കൂടെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നേരെയാണ് ഞാനും ഇതൊക്കെ കാണാൻ തുടങ്ങിയത്. പണ്ട് എപ്പോഴെങ്കിലും അധികം ഞാൻ പോവാറില്ല ചെറുപ്പത്തിൽ. എന്നാലും 1-2 പ്രാവശ്യമൊക്കെ അടുത്തൊന്നും അങ്ങ് കാവില്ലാത്തതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ അമ്മയുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ, അവിടെ നിന്ന് അമ്മയുടെ അനിയത്തിൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ, മേമേൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാന്നല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ അധികം അങ്ങനെ ഉത്സവത്തിനൊന്നും പോയിട്ടില്ല. പിന്നെ ചെണ്ടയൊക്കെ തുടങ്ങാറായി. ചെണ്ടക്കാർ അതിലേക്ക് പോകുന്നുണ്ട്. രാവിലെ 11 മണിക്ക് ഒരു ചെണ്ട കൊട്ടലില്ലേ, അതിനെന്താ പേര് പറയാമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അപ്പം അതിൻ്റെ ഇത് കഴിഞ്ഞാൽ അത് തുടങ്ങാനുള്ള പരിപാടിയാണ്. അതാണ് നടേൻ്റെ അവിടേക്ക് എല്ലാ ചെണ്ടക്കാരും പോകുന്നത്. ചെണ്ടോട്ടമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഫ്രണ്ടിൽ ഒരിടത്ത് പോയി വീഡിയോ എടുക്കാനുള്ള ഒരു ചമ്മലമുണ്ട്. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണ് കേട്ടോ എടുത്തത്. അപ്പൂനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ. പക്ഷെ അവരാരെയും കണ്ടില്ല. അവരെയൊന്നും കിട്ടൂല. ഓരോ കതിലും ഇതിലൊക്കെ അങ്ങ് നടന്നു പോകാമെന്നല്ലാതെ
ഇതാണ് അന്നത്തെ ആദ്യത്തെ തറ എന്ന് പറഞ്ഞാൽ. ഞങ്ങളെ നാട്ടിലേക്ക് ഇതിന് ഗുരുദേവൻ തറ എന്നാണ് പറയുക. പിന്നെ സന്യാസി തറ എന്ന് പറയുന്ന സ്ഥലങ്ങളും ഉണ്ട്. ഇവിടേക്കൊക്കെ ഗുരുദേവൻ തറ എന്നാട്ടോ പറയാം. ആദ്യത്തെ തറയാണ് കേട്ടോ അത്. അതാണ് വെളിച്ചപ്പാട്, വേറൊരു വെളിച്ചപ്പാട്, കൊടുങ്ങല്ലൂർ ദേവീൻ്റെ വെളിച്ചപ്പാടാണ് കേട്ടോ അത്. ഇവരൊക്കെ പിന്നെ ഗുരുദേവൻ തറയ്ക്ക് പട്ട് കൊടുക്കാൻ വേണ്ടി മഞ്ഞ പട്ട കൊടുക്കുക കേട്ടോ. അപ്പം പട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇവരൊക്കെ ഗുരുദേവൻ തറയ്ക്ക് മഞ്ഞപ്പട്ട് കൊടുക്കും. ഇതൊക്കെ ഓരോ കാര്യത്തിനുള്ള നേർച്ചയാവും. അവിടെ ആൽത്തറേൻ്റെ അവിടെ ഒരു ദേവീൻ്റെ ഫോട്ടോ എന്തോ ഉണ്ട്. അപ്പം അതിൻ്റെ അടുത്ത് പോയിട്ട് പൂജയൊക്കെ നടത്തുകയാണ്. ഇതാ കനലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാ കത്തുന്നത്. ഇപ്പം രാവിലെയൊക്കെ ചെറുതായിട്ടേ കത്തിക്കുള്ളൂ കേട്ടോ. ഇത് പിന്നെ അടുത്തൊരു വെള്ളാട്ടാണ്. എനിക്ക് വെള്ളാട്ടിൻ്റെ പേര് എനിക്കത്ര വലിയ ഓർമ്മയില്ല. ചോറ് തിന്നാനായി ഇതാ ചോറ് തിന്നാൻ വേണ്ടി ഞങ്ങൾ ലൈനിൽ നിൽക്കുക കേട്ടോ. ഞാനും ആ ലൈനിൽ നിൽക്കുന്നുണ്ടേ. അപ്പം എൻ്റെ മുന്നിലൂടെ പോകുന്നവരാണ്. ഇതാ ചോറെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും ചോറ് ഉണ്ണാൻ പോവാണ്. അപ്പം ചോറ് കൊണ്ടിട്ട് ബാക്കി കാണാം കേട്ടോ അടുത്ത പാർട്ടിൽ.